റീറ്റെയിലിസ്റ്റിൻ്റെ സർവീസസിനെ നമ്മൾ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കും. റീറ്റെയിലിസ്റ്റ് ലേണിംഗ്, റീറ്റെയിലിസ്റ്റ് ട്രെയിനിങ്, പിന്നെ റീറ്റെയിലിസ്റ്റ് കൺസൾട്ട്. റീറ്റെയിലിസ്റ്റ് ലേണിംഗിൻ്റെ അണ്ടറിൽ നമ്മൾ റീറ്റെയിൽ മാനേജ്മെൻറ്റ് കോഴ്സസ് ആണ്. 2 സെപ്പറേറ്റ് കോഴ്സസ് ആണ് ഇതിനുവേണ്ടി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഒരു കോഴ്സ് ഡിഗ്രി പാസ് ഔട്ട് ആയിട്ടുള്ള സ്റ്റുഡൻസ്, അത് മിനിമം ഒരു ഡിഗ്രി ക്വാളിഫിക്കേഷൻ വേണം, കാരണം ഇതൊരു PG ഡിപ്ലോമ കോഴ്സാണ്. സെക്കൻഡ് കോഴ്സ് എന്ന് പറയുന്നത് ഓൾറെഡി റീറ്റെയിൽ മേഖലയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന മിഡ് ലെവൽ മാനേജേഴ്സ്, ഫ്ലോർ മാനേജേഴ്സ് അല്ലെങ്കിൽ സൂപ്പർവൈസേഴ്സ് അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് മാനേജേഴ്സ്, ഇവരൊക്കെ അപ്ഗ്രേഡ് ചെയ്ത് സ്റ്റോർ മാനേജർ ലെവലിലേക്ക് നമ്മൾ അവരെ ഉയർത്താനുള്ള ഒരു കോഴ്സ്. 2 കോഴ്സിൻ്റെയും ഡ്യൂറേഷൻ ഏകദേശം സെയിം ആണ്, 2 കോഴ്സിൻ്റെയും ഫീസ് ഏകദേശം സെയിം ആണ്. സെക്കൻഡ് ലെവലാണ് റീറ്റെയിലിസ്റ്റ് ട്രെയിനിങ്. റീറ്റെയിലിസ്റ്റ് ട്രെയിനിങ്ങിൻ്റെ അണ്ടറിൽ വരുന്നത് സൂപ്പർ മാർക്കറ്റ്സ്, ഹൈപ്പർ മാർക്കറ്റ്സ്, സ്റ്റാഫ്. ഈ സ്റ്റാഫിന് ഒരു ടോട്ടൽ ട്രെയിനിങ് പ്രോഗ്രാംസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. അതിന് നമ്മൾ അവരുടെ റിക്വയർമെൻ്റ് അനുസരിച്ച് നമ്മൾ കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള ട്രെയിനിങ് പ്രോഗ്രാംസ് ആണ്. വെറും ഒരു കസ്റ്റമർ സർവീസ് ട്രെയിനിങ് അല്ല സൂപ്പർ മാർക്കറ്റിന് ആവശ്യം, ടോട്ടൽ സൂപ്പർ മാർക്കറ്റ് ഓപ്പറേഷൻസിൻ്റെ ട്രെയിനിങ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. റീറ്റെയിലിസ്റ്റ് കൺസൾട്ട് ഏതൊരു സ്ഥാപനമായാലും സൂപ്പർ മാർക്കറ്റ് ഓർ ഹൈപ്പർ മാർക്കറ്റ് തുടങ്ങാൻ പോകുന്നവർക്ക് അല്ലെങ്കിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ്സുകാർക്ക് നമ്മൾ ഫുൾ സർവീസ് പ്രൊവൈഡ് ചെയ്യും. ഇനി ഇത് കൂടാതെ പാർട്ട് ബൈ പാർട്ട് ചെറിയ സർവീസുകൾ വേണമെങ്കിൽ അതും പ്രൊവൈഡ് ചെയ്യും. അവർ സ്ട്രഗിൾ ചെയ്യുന്നു, പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്നില്ല, സിസ്റ്റംസ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ഇതെല്ലാം നമ്മുടെ സർവീസുകൾ.